ഇന്ന് ഞാനൊരു കല്യാണത്തിന് പോയിട്ടുണ്ടേനേ. അപ്പോൾ ഇന്ന് സദ്യയേനു കല്യാണത്തിന്. സദ്യയിൽ എന്തൊക്കെ ഐറ്റംസാണ് ഉണ്ടായെന്ന് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇലയിട്ടിട്ട് നമുക്ക് വിളമ്പിയത് ശർക്കര വരട്ടിയും പിന്നെ ചിപ്സ് ഉണ്ടല്ലോ, കായ ചിപ്സ്, അതാണ് വിളമ്പിയത്. പിന്നെ ഒരച്ചാറ്, ഇഞ്ചിപ്പുളി. അച്ചാറ് എന്തച്ചാറാണെന്നൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ ഇഞ്ചിപ്പുളി, അതിനുശേഷം ഒരു ഉപ്പേരി. നമ്മളിവിടെ കണ്ണൂർ ഉപ്പേരി എന്നൊന്നുമല്ല കേട്ടോ പറയുക, വറവ് എന്നാണ് പറയുക. അതൊരു മിക്സഡ് ഉപ്പേരിയായിരുന്നു. ഗ്രീൻ പീസ്, ക്യാബേജ് എല്ലാം ചേർന്നിട്ടുള്ളൊരു മിക്സഡ് ഉപ്പേരി. പിന്നെ അതിന് ശേഷം പച്ചടി, കുമ്പളങ്ങ പച്ചടിയായിരുന്നു. പച്ചടി എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനമല്ല, കാരണം അതൊരു നല്ല പുളിരസമാണല്ലോ. എനിക്ക് പുളി രസത്തിനോട് അത്ര താല്പര്യമില്ല. നേരെ മറിച്ച് പുളിയും മധുരവും കൂടി ചേർന്നിട്ടാകുമ്പോൾ നല്ല ഇഷ്ടമാണ്. അങ്ങനെയൊരു സാധനമാണ് പച്ചടിക്ക് ശേഷം വിളമ്പിയത്. പൈനാപ്പിൾ പച്ചടിയായിരുന്നു. അതിൽ പൈനാപ്പിൾ, പച്ചമുന്തിരി ഒക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പൈനാപ്പിൾ പച്ചടിയും പിന്നെ ബീട്രൂട്ട് പച്ചടി. ബീട്രൂട്ട് പച്ചടിയും അത്യാവശ്യം നല്ല പുളിയൊക്കെ ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല, കഴിച്ചു. പിന്നെ അവിയൽ സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് അവിയൽ. പിന്നെ കൂട്ടുകറി നല്ല ടേസ്റ്റാണ്, പക്ഷേ ഈ കൂട്ടുകറി അത്ര ടേസ്റ്റില്ലായിരുന്നു. പിന്നെ അടുത്തത് ഓലനാണ് വിളമ്പിയത്. സദ്യയിൽ ഏറ്റവും നല്ല ഗുണങ്ങളുള്ള ഒരു ഐറ്റം ഓലനാണെന്ന് അച്ഛനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം കുരുമുളക് പൊടിയും തേങ്ങാപ്പാലും ഒക്കെ ചേർന്നിട്ട് നമ്മുടെ വയറിന് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ചോറ് വിളമ്പി. പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വെള്ളം. പിന്നെ പിന്നാലെ വരികയാണ് വെള്ളമൊക്കെ. പിന്നെ നമ്മൾ ചോറ് വിളമ്പിയതിന് ശേഷം കുറച്ച് നെയ്യാണ് നമുക്ക് വിളമ്പിയത്. പിന്നെ അതിനുശേഷം 2 കുഴി കുഴിച്ച് വെക്കുമല്ലോ കറി വിളമ്പാനായിട്ട്. അപ്പോൾ അതിൽ സാമ്പാർ, എൻ്റെ 2 കുഴിയിലും കൂടി ചേർത്തിട്ട് അവർ സാമ്പാർ വിളമ്പി. പിന്നെ കാളനുണ്ടായിരുന്നു. സാമ്പാറിന് ശേഷം കാളനും കൂടിയാണ് വിളമ്പിയത്. പിന്നെ പപ്പടം. ഇത്രയാണ് സദ്യയിലെ ഐറ്റംസ്. പിന്നെ 2 തരം പായസം ഉണ്ടായിരുന്നു. ഒന്ന് പരിപ്പ് പ്രഥമനും ഉണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം ഒരു പാലട പായസം ഉണ്ടായിരുന്നു. ഇത്രയാണ് നമുക്കിന്ന് സദ്യയിൽ ഉണ്ടായത്. അത്യാവശ്യം നല്ല സദ്യയായിരുന്നു. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ഐറ്റംസൊക്കെ. നമ്മളിത് കണ്ടാൽ വിചാരിക്കും ഇതെങ്ങനെ ഇതൊക്കെ കഴിച്ച് തീർക്കുന്നല്ലേ. പക്ഷെ ഒന്നുമില്ല കേട്ടോ, നമ്മളൊന്ന് മനസ്സറിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കഴിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ.